പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, നമുക്ക് മഴയങ്ങി വന്ന് കാലവർഷം വന്നില്ലേ. കിഴക്കൻ പ്രദേശത്തൊക്കെ ഭയങ്കര ദുരിതമാണ്. അവരുടെയൊക്കെ മനസ്സ് മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഭരണകൂടത്തെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അത് തന്നെയാണ് സത്യവും. കാര്യം കാലാകാലങ്ങളിൽ വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമാകുന്നത്. ഇപ്പോൾ ഒരു കാണ ശരിയാക്കണം, അല്ലെങ്കിൽ ഒരു തോട് ശരിയാക്കണം, അല്ലെങ്കിൽ കടൽ ഭിത്തി കെട്ടണം. ഇതെല്ലാം ഈ സമയത്ത് ഈ ദുരിതം വിതച്ച് കഴിയുമ്പോഴാണ് പിന്നെ കുറേ നേതാക്കന്മാർ വരിക. അവിടെ കുറേ ചാനലുകാർ ചെല്ലും. എന്താണ് കണ്ടോ, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് വെള്ളം പൊങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം ഇല്ലേ. വെള്ളം വരുമ്പോഴത്തേക്ക് വെള്ളത്തെ തടഞ്ഞു നിർത്താൻ യാതൊരുവിധ മാർഗവും ഇല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് അതിന് സമയബന്ധിതമായിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ഈ ദുരന്തമുഖത്ത് വന്നിട്ട് പിന്നെ കുറേ പ്രഹസനങ്ങളാണ്. LDFിൻ്റെ ഭരണകാലത്തെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ദുരിതം വന്നാൽ അത് മുഖ്യമന്ത്രിയുടെയോ മറ്റു മന്ത്രിമാരുടെയോ ഒന്നും അല്ല. അവർക്ക് കുറേ അണികളുണ്ട്, കുറേ കുട്ടികളുണ്ട്. അവർ കഷ്ടപ്പെടാൻ വേണ്ടി മനസ്സുള്ളവരാണ്. അവർ ഇറങ്ങും. അപ്പോൾ ഒരുപാട് പേർക്ക് അതിൻ്റേതായ സഹായവും ഗുണങ്ങളും ഒക്കെ കിട്ടും. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിതൊരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല, കിട്ടിയിട്ടില്ല. മറ്റു പലർക്കും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുകയല്ലേ, ഇപ്പം കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എവിടെയൊക്കെ ഓടിയെത്താൻ പറ്റും. മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ച്, ശരിയാണ്, അദ്ദേഹം അന്നേരം പോയതും ഭക്ഷണം കഴിച്ച രീതിയൊന്നും സത്യത്തിൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ സാഹചര്യം, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടി വന്നു, കഴിച്ചു. അതവിടെ നിൽക്കട്ടെ, അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. അതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല. ജയേഷ് മൈനാഗപ്പള്ളിയോ കരുനാഗപ്പള്ളിയോ കണ്ടാണെന്ന് തോന്നുന്നു ഒരു പാർട്ടി കൊല്ലം ജില്ലക്കാർ മത്സ്യത്തൊഴിലാളികൾ പോയി അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്നലെ രാത്രി 1 മണിക്ക് ഉറക്കത്തിലെപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഒരു കൊല്ലംകാരി എന്ന നിലയിൽ, ഒരു കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കും അത് അഭിമാനം തോന്നി. സത്യം പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 18-ലും പോയി കഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഓടിയ വള്ളത്തിന് എണ്ണക്കാശ് പോലും കിട്ടിയില്ലെന്നും പറഞ്ഞ് അതുങ്ങൾ കിടന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. ചിലപ്പോൾ വല്ലതൊക്കെ കൊടുത്ത് കാണുമായിരിക്കും, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും വിശദമൊന്നും ആയിട്ടൊന്നും അറിയത്തില്ല. ഇപ്പോഴും അവർ പോയി. കൊല്ലംകാരെന്ന് പറയുമ്പോൾ പപ്പടത്തിനും പായസത്തിനുമൊക്കെ അടിവെക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ഒരു കടലിൻ്റെ മക്കളെന്നൊക്കെ പറയുമല്ലോ. അവരെ കടൽ പോലെ ആഴമാണ് അവരുടെ മനസ്സിനും. കാര്യം അതുകൊണ്ടാണ് അവരൊരു ദുരന്ത മുഖത്തേക്ക് ഓടിയെത്തുന്നത്, ഒന്നും നോക്കാതെ. അവർക്ക് അവരുടെ ജീവിതവും മറ്റു കാര്യങ്ങളും ഒന്നും അവർക്ക് അവരുടെ ഒരു പ്രശ്നമല്ല. ഒരു വള്ളം കൊണ്ടുപോയാൽ ആ വള്ളത്തിന് എന്തെങ്കിലും കേടുപാടുകൾ വരുമെന്നോ ഭാവിയിൽ അവർക്ക് എന്ത് ചെയ്യുമെന്നോ അവരുടെ ജീവിതമാർഗ്ഗമാണെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോഴേ ഇറങ്ങുകയാണ്. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കേരളത്തിൽ എന്ത് ദുരിതം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പോഴും ജനങ്ങളെല്ലാം കൂടെ ഓടിക്കൂടും. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത് ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവിടെ ജാതിയും മതവും ഒന്നും നോക്കത്തില്ല. അവിടെ ആകെ ഒരൊറ്റ മതമേ ഉള്ളൂ, സ്നേഹമെന്ന മതം. ഇതിപ്പോൾ നമ്മൾ കണ്ടത് കൊണ്ട്, നമ്മൾക്കറിയാവുന്നത് കൊണ്ട് നമ്മളിത് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മളുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾക്ക് അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രാത്രി തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. വേണ്ട, നേരം വിളക്കട്ടെ എന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്കും അഭിമാനം തോന്നിയ ഒരു കാര്യമാണ്. ഒരു കൊല്ലം ജില്ലക്കാരി, ഞാനിപ്പം പക്ഷേ 38 വർഷമായി ഞാൻ ഇവിടെ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. ഇവിടെയും നല്ല സ്നേഹമുള്ള മനുഷ്യരുണ്ട്, കരുതലുള്ള മനുഷ്യരുണ്ട്. പക്ഷേ ഞാൻ താമസിക്കുന്നിടത്ത് ഇതേപോലെ വെള്ളം കയറുന്ന ഒരു പതിവുണ്ട്. വെള്ളം കയറുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 6 വീടുകാർക്ക് വെള്ളം ഒഴുകി പോകാൻ മാർഗ്ഗമില്ല, താഴ്ന്ന പ്രദേശമാണ്. അപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടെ വെള്ളം വന്നിരുന്നറിയും. ഞാൻ 1 വർഷമായി ഒരു വീഡിയോ ചെയ്തിട്ടിട്ട് ആകപ്പാട് 125 പേരെങ്ങാണ്ട് കണ്ടോ. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. സ്ക്രോൾ ചെയ്ത് പോയപ്പം അങ്ങനെയാണോ ഒന്നും അറിയാൻ പാടില്ല. അതിനൊരു പരിഹാരം കാണാനായിരുന്നെങ്കിൽ, അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കാണയ്ക്ക് ലിങ്ക് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇല്ല, ഇടത്തോട്ടും ഇല്ല, വലത്തോട്ടും ഇല്ല, ലിങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 50 മീറ്റർ 100 മീറ്റർ അകത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഇവർ വന്ന് മണ്ണ് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക?
അപ്പോൾ വരുന്ന ഈ ലോകത്തുനിന്ന് വരുന്ന മുഴുവൻ വെള്ളവും പിന്നെ തൊട്ടടുത്തു നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വെള്ളവും എല്ലാം കൂടെ ചേർന്ന് ഈ പറമ്പിലേക്ക് കയറി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ തിണ്ണയിൽ വരെ വന്ന് കിടക്കും. അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നും പറഞ്ഞ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് നീണ്ട 9 വർഷങ്ങൾ പിന്നിട്ട്. സമയബന്ധിതമായിട്ട് ആരും ഒന്നും ചെയ്യത്തില്ല. പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്ന ഇതാണ്, ഇത് പൊതുമരാമത്തിൻ്റെയാണ്, PWD ആണ് ചെയ്യേണ്ടത്. അവിടേക്ക് എത്തേണ്ടുന്നത് ആരാണ്, എത്തിക്കേണ്ടുന്നത് ആരാണ്? അതാണ് ഞാൻ അന്നും ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ നമ്മളാണോ? അല്ല. ഇപ്പം ഞങ്ങൾക്കൊരു കൗൺസിലറുണ്ട്, കുഴപ്പക്കാരനൊന്നും അല്ല. അത്യാവശ്യം നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കേൾക്കാൻ മനസ്സുള്ള ഒരാളാണ്. അതുമാത്രമേ ഉള്ളൂ, കേൾക്കാൻ മനസ്സിൽ ഉള്ള ഒരാളാണ്. നമുക്കന്നേരം ഒരു കുറച്ച് സമാധാനം, ആ പുള്ളി കേട്ടല്ലോ, അതും നമുക്ക് നല്ല ഒരു പ്ലസ് പോയിൻ്റ്. അങ്ങനെ കേട്ടാൽ മതി. ചിലപ്പോൾ പരിഹാരം കാണാൻ കുറേ സമയമെടുക്കുമായിരിക്കും, പക്ഷെ സഹിക്കുന്ന കാര്യം. ഇതിനിപ്പം ഇതേപോലെ മഴ ഓർക്കാപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വീടിന് ചുറ്റും വെള്ളം ഇങ്ങനെ നിൽക്കും. അത് മഴ പെയ്യുമ്പോൾ, കേരളത്തിൽ മഴ പെയ്യുന്ന ആദ്യത്തെ ദിവസം കയറുന്ന വെള്ളമാണ്. കേരളം മുഴുവൻ ഉണങ്ങിയാലും ഇവിടെ ഉണങ്ങത്തില്ല. അതാണ് അവസ്ഥ. അല്ല, ഞാനിപ്പോൾ ഇത് പറയാനല്ല സത്യത്തിൽ ഈ വീഡിയോ ചെയ്തത് സത്യത്തിൽ കൊല്ലം ജില്ലക്കാരി എന്നുള്ള നിലയിൽ, അവിടെ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും എൻ്റെ കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ, ഈ ദുരന്ത മേഖലയിലേക്ക് ഓടിപ്പോകാൻ മനസ്സ് കാണിച്ചവർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.